ഗുരു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഗുരു. ഡാടാ, ഞാൻ പറയുന്നു നീ കേൾക്കടാ. കോഴിപ്പാറ്റ വേഗം ചാവില്ല, ഞെരിച്ചാലേ ചാവൂ. എടാ സാമുദ്രോഹി, നാളെ നീ തന്നെ സമുദ്രക്കനിൻ്റെ അടുത്ത് പോയി സറണ്ടറായി ചാവ്. നീ മരിച്ച വിവരം അറിഞ്ഞ അടുത്ത നിമിഷം നിന്റെ അമ്മയെ വിട്ട് ഞാൻ ബോംബെക്ക് പറക്കും. ഇപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. എന്താടാ അവൻ പറഞ്ഞേ? അണ്ണാച്ചിയുടെ അടുത്ത് നേരെ പോയി സറണ്ടർ ആവാൻ പറഞ്ഞു. മർമ്മത്തിൽ കുത്തിയത് കണ്ടോ? എന്തൊരു കഷ്ടപ്പാടായത്. രക്തബന്ധത്തിന് ഒരു വിലയില്ലേടാ. നീ പോകണ്ട ജീവ. പോയേ പറ്റൂ. എന്റെ അമ്മയെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഹലോ സ്വപ്ന, ഞാൻ ജീവയാ. ഹലോ, അവിടെ ജീവിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആള് ഞാനല്ല. എന്താ ജീവ ഇത്? തമാശക്കാരല്ലേ? നിന്നെ ഞാൻ വിശ്വസിക്കില്ല. നീ ഒരു സാഡിസ്റ്റാ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ആപത്തില്ല സ്വപ്ന. തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ ഗുരു എന്തൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് എനിക്കറിയില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം സ്വപ്ന. എന്താണെന്നാലും അമ്മ ഒന്നും അറിയണ്ട. സത്യം ഇപ്പൊ പറയില്ല സ്വപ്ന. സത്യമായും പറയില്ല. ഐ ലവ് യു സ്വപ്ന. ലവ് യു. അണ്ണാച്ചി, ആരാടാ നീ? അവനോ ഇവനോ? അവനായാലെന്താ ഇവനായാലെന്താ, ഏവനായാലും നമ്മളെ അടിക്കാനാ ഭാവമെന്ന് തോന്നുന്നു. അണ്ണാച്ചി നാട്ടിലില്ലാത്ത നേരത്ത് വെറുതെ എന്തിനാ അടി കൊണ്ട് ചാവണം? ഇവിടെ നോക്ക്, ഹോസ് ഇട്ടിട്ടുണ്ട്. രണ്ടുപേർക്കും ഒന്നും പറ്റാതെ സംസാരിച്ച് തീർക്കാം. അണ്ണാച്ചി എവിടെ പോയിരിക്കുക? ആദ്യം എന്റെ ചോദ്യം, മുടിയെടുക്കുന്നവനോ ജീവൻ എടുക്കുന്നവനോ? ജീവൻ കൊടുക്കുന്നവൻ. അണ്ണാച്ചിക്ക് അറിയിപ്പ് കിട്ടി, ഗുരുവിനെ തേടി മദ്രാസിൽ പോയിരിക്കുന്നു. ഗുരുവിനെ തേടിയോ? എങ്ങനെ? എന്നോട് ക്ഷമിക്ക് ജീവ. എന്റെ മനസ്സ് വേദനിച്ചു. ഞാൻ തന്നെ രാത്രി അണ്ണാച്ചിക്ക് ഫോൺ ചെയ്ത് മദ്രാസിലാണ് ഗുരുവെന്നും എന്റെ കൂടെയുള്ളത് ജീവയാണെന്നുമുള്ള സത്യം പറഞ്ഞത്. അറിയാത്തത് കൊണ്ട് ചോദിക്കുക, നീ എന്തിനാ ജീവൻ കളയുന്നത്? അവർക്ക് വേണ്ടത് ഗുരുവിന്റെ ജീവനല്ലേ? പൊട്ട, ഇവരവിടെ എത്തിയാൽ ഗുരു വലിയ റൗഡിയാണെന്നുള്ള സത്യം അമ്മയ്ക്ക് മനസ്സിലാവും. അതിനുശേഷം അമ്മ ജീവനോടെ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ വന്നേ. കളഞ്ഞില്ലേ? മാഡം, ഈ സ്ഥലത്തിൻ്റെ ലീസ് കഴിയാറായില്ലേ? ഇവർക്ക് വിൽക്കാമെന്ന് വിചാരിക്കുന്നു. സ്ഥലം കാണാമെന്നാ ഇവർ. എന്താ നിങ്ങൾ പറയുന്നത്? അവസാനം 5 വർഷത്തേക്ക് ലീസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 വർഷമല്ലേ ആയുള്ളൂ. അപ്പോഴേ നിങ്ങൾ വിൽക്കുന്നെങ്കിൽ ഞാൻ വാങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല മാഡം. ജീവ എവിടെ വന്ന് എല്ലാ എഗ്രിമെൻറ്റും ക്യാൻസൽ ചെയ്ത് ലീസ് ഡെപ്പോസിറ്റ് എമൗണ്ട് വരെ വാങ്ങിയല്ലോ. ഈ സ്ഥലം ഒഴിയുന്നതിന് നോട്ടീസൊന്നും വേണ്ട, ഉടനെ ഒഴിഞ്ഞു വന്നേക്കാമെന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ല മാഡം, എൻ്റെ ഫൈനാൻസ് വാങ്ങിയ വണ്ടിക്കെല്ലാം CC അടയ്ക്കാൻ കഴിയാത്തതിനാൽ വണ്ടിയെല്ലാം സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞു മാഡം. ഞാനൊരു കാർ ബ്രോക്കറാ. ജീവ സാർ നിങ്ങളുടെ വണ്ടികളുടെ ലിസ്റ്റെല്ലാം തന്നിട്ട് വാങ്ങാൻ ആളുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു മാഡം. മാഡം, ബാങ്കിൽ പണമൊന്നുമില്ല മാഡം. എല്ലാം ജീവ പിൻവലിച്ചു മാഡം. ഈ മാസം ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല മാഡം. സാറ് മനസ്സുമാറി സ്ഥലം നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കൈ കാശില്ല മാഡം. അയ്യോ, എന്റെ തല പെരുക്കുന്ന പോലെ. ഇറങ്ങടാ വെളിയിൽ, ഇറങ്ങടാ. എന്നെ വഴിയാധാരമാക്കിയില്ലേടാ.
ആന്റി ഞാൻ എന്ത് ദ്രോഹമാ ചെയ്തത്? നിന്നെ പെറ്റതാണോടാ? ആന്റി ആളറിയാതെ നീ സംസാരിക്കുന്നേ. മാറ് മോളെ, എനിക്കിന്ന് രണ്ടിലും അറിയണം. ഡാ, ആന്റി അവനോട് പറയടാ. സംസാരിച്ചിട്ട് കാര്യമില്ല. ഇല്ല മോളെ, ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. കൊച്ചു കുഞ്ഞായിരുന്നപ്പോ എന്നെ ചുറ്റും നടന്നിരുന്ന ഗുരുവിനെ ദത്ത് കൊടുത്തതിന്റെ പാപമായിരിക്കും ഇതൊക്കെ. ഗുരു എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. എന്തിനാടാ ഗുരുവിന് ദത്ത് കൊടുത്തേ? അച്ഛനെ കൊല്ലുന്നത് നേരിൽ കണ്ട അവൻ ആപത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാടാ കൊടുത്തേ. വേദനയോടെയാ കൊടുത്തേ. ഗുരുവിനെ കൊടുത്തിട്ട് നിന്നെ ഞാൻ വളർത്തിയില്ലേടാ. എന്റെ തലയിലെടുത്ത് പോടാ. ആന്റി ഇവനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവന്റെ അച്ഛൻ ഗുരുവിനെ എടുത്തിട്ട് ഇതാ വരുന്നെന്ന് പറഞ്ഞു പോയതാ. കുത്തുകൊണ്ട് മരിച്ചെന്ന വാർത്തയാ പിന്നീട് അറിഞ്ഞത്. അച്ഛനെ കൊന്ന നേരിൽ കണ്ട ഗുരുവിന് ആപത്ത് വരാതിരിക്കാൻ ആ മൃതദേഹം നേരിൽ കാണാൻ പോലും ഞാൻ പോയില്ല. അനാഥനെ പോലെയാ അവരെ അടക്കിയത്. കൺമുന്നിൽ അച്ഛനെ വെട്ടി കൊല്ലുന്നത് കണ്ട ഗുരുവിന്റെ മനസ്സ് എത്ര വേദനിച്ചിരിക്കും. പാതിരാത്രിയിൽ ഉണർന്ന് വിതുമ്പും അലറും. അതുകൊണ്ടാ വിദേശത്ത് എവിടെയും വളരട്ടെ എന്ന് കരുതി കൊടുത്തയച്ചത്. തിരിഞ്ഞു നോക്കി ഒന്നും അറിയാതെ കരഞ്ഞുകൊണ്ടാ പോയത്. ആ പിഞ്ചു കുഞ്ഞ് എന്ത് വേദനിച്ചു കാണും. ഇവനെ കാണുമ്പോഴൊക്കെ ഗുരുവിനെ കാണുന്നത് പോലൊരു തൃപ്തി. ഇവനിവിടെ സമാധാനത്തോടെ ഉറങ്ങുമ്പോ അവൻ അവിടെ സമാധാനത്തോടെയാണോ ഉറങ്ങുന്നതെന്ന് ആദി. എടാ, നിനക്കറിയില്ലടാ എന്റെ വേദന. അവനെ വിറ്റ കാശ് കൊണ്ടാടാ നിന്നെ വളർത്തി ആളാക്കിയെ. ഈ സ്വത്തല്ല ആ ജന്മം കൊണ്ട് നിനക്ക് തന്ന ഭിക്ഷയാടാ. ഇത് നശിപ്പിക്കാനും വിൽക്കാനും നിനക്ക് അവകാശമില്ല. അവിടെ നിൽക്കുന്നില്ലേ ആ റൗഡികൾക്ക് നിനക്കും എന്താടാ വ്യത്യാസം? ആന്റി 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 എന്നെ പറ്റിയേ. പങ്കു ഒന്ന് വേഗം വാ. എന്താ റൗഡി എന്ന് വിളിച്ചല്ലോ? എന്നെയാണോ വിളിച്ചത്? എന്തെങ്കിലും ഫാമിലി പ്രോബ്ലം ഉണ്ടോ? പറയൂ, തീർത്തു തരാം. അടിച്ച കൈക്കൊരു 9 തരട്ടെ. ഇവനെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഡാ, ഇത് കണ്ടോടാ, നോക്കടാ. എന്താടാ, ടെൻഷനാണല്ലോ? ആ ഡ്രൈവിംഗ് സ്കൂളിലെ ജീവൻ നമ്മുടെ ആളുകളെ അടിച്ചു സാർ. മൊട്ടസുര, രവി, സ്റ്റീഫൻ 3 പേരും ആശുപത്രിയിലാ. ഇത് കേട്ടാ നിങ്ങൾക്ക് ടെൻഷൻ ആവൂലേ? അതാ മിണ്ടാതിരുന്നേ. ജീവ, നീ എനിക്ക് സൂചി പോലെയാ. എന്നാലിപ്പോൾ എൻ്റെ കണ്ണിലാ വീണത്. മുറിവേറ്റു. നീ ആളുകളെ അടിക്കുന്നത് ഇതോടെ അവസാനിപ്പിച്ചോണം. തൂത്തുക്കുടി ഗുരു തല ഇപ്പോഴല്ലേ ആദ്യമായി മുഖം ഞാൻ കണ്ടത്. എന്റെ അടുത്തേക്ക് ജീവ അയച്ചിട്ട് ബാൻഡിട്ട് വേഷം മാറി നിൽക്കാൻ നാണമില്ല നിനക്ക്?
എടാ ഫെർണാണ്ടസ്, തോക്ക് മാറ്റാൻ പറയടാ, എനിക്ക് ജോലിയുണ്ട്. ഇവനെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ പോണ്ട. കാലൻ എതിരെ വരുന്നുണ്ട്. നമസ്കാരം അണ്ണാച്ചി. ഇപ്പോ ആ തോക്കിങ്ങ് തരുന്നോ? ആ ഇരട്ടക്കുഴൽ തോക്കെന്ന് പറയില്ലേ, അതീതാ. അണ്ണാച്ചി, നരസിംഹത്തിലെ മോഹൻലാലിനെ പോലെ ഇരുന്ന നിങ്ങളിപ്പോ താളവട്ടത്തിലെ മോഹൻലാലിനെ പോലെ ആയല്ലോ. തലയ്ക്ക് വലിയ അടി കിട്ടിയതിനാൽ ഇനി മെമ്മറി വർക്ക് ചെയ്യില്ല. അതെപ്പോ വർക്ക് ചെയ്തു, ഇപ്പൊ വർക്ക് ചെയ്യാൻ. നേഴ്സ്, കെട്ടഴിച്ച് ഓപ്പറേഷൻ തയ്യാറാക്കും. വേഗം മുട്ടയടിക്കാൻ ഏർപ്പാട് ചെയ്യും. വീണ്ടും മുട്ടയോ? ഗുരു, അമ്മയ്ക്ക് എന്തായാലും ഓർമ്മ തിരിച്ചു വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ രണ്ടുപേരെയും കാണട്ടെ പ്ലീസ്.
പ്ലീസ് പ്ലീസ്. എടാ എൻ്റെ മുഖച്ചായം വെച്ചോണ്ട് കെഞ്ചാതറ. അമ്മ കണ്ണു തുറക്കുമ്പോൾ നിന്നെ മാത്രം കണ്ടാൽ മതി. ഞാൻ തൂത്തുക്കുടിക്ക് പോയി കോടതിയിൽ സറണ്ടർ ആവാൻ പോവാ. എല്ലാവരോടുമായിട്ട് പറയുക, അമ്മയുടെ കാലം വരെ ഗുരു വിദേശത്ത് തന്നെ ഇരിക്കട്ടെ. മനസ്സിലായോ? ജീവ, തൂത്തുക്കുടിയിൽ നിനക്കുണ്ടായ പ്രശ്നങ്ങൾ ഇതോടെ തീർന്നു. സന്തോഷമായിട്ടിരിക്കടാ. ആ നിൽക്കതല്ലേ, നമ്മുടെ പങ്കും പിരിച്ചെടുക്കണ്ടേ? അതൊന്നും വേണ്ട.